ഹിദായത്താക്കി തന്ന അവന്റെ സന്മാർഗത്തിക്ക് നന്റെ എപ്പോഴും തിരിച്ചു കൊണ്ടുവന്ന അതുകൊണ്ട് എപ്പോഴും നന്റെ മനസ്സ് അല്ലാഹുടെ സ്മരണയിലാണ്, നന്റെ ഹൃദയം എപ്പോഴും അല്ലാഹുടെ സ്മരണയിലാണ്. ഇതിനെക്കാണ്ട് വലിയ നിയമത്തിന് കിട്ടുകൊണ്ടാ, ഇതിനെക്കാണ്ട് വലിയൊരു ഗിഫ്റ്റിന് നക്ക് കിട്ടുകൊണ്ടാ. നന്റെ സൃഷ്ടാവായ അല്ലാഹുടെ വരെ ഗുന്തില്ലാത്ത എത്ര മനുഷ്യന്മാരില്ലേ. ആ റബ്ബുടെ ಬಗ್ಗೆ ഒന്ന് ചിന്തിച്ചിട്ടൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകൂ. ആ റബ്ബുടെ ಬಗ್ಗೆ ഒന്ന് നെനപ്പാക്കിയിട്ട് അല്ലാഹ് ചൊല്ല് ദിക്റ് ചൊല്ലുകൂ. എത്ര ആരോഗ്യന്ന മനുഷ്യന്മാർക്ക് അതുക്കുള്ള തൗഫീഖില്ലാത്ത മനുഷ്യന്മാരില്ലേ. ആ റബ്ബ് അൽഹംദുലില്ലാഹ് ചൊല്ലാണ്ട് റബ്ബുടെ നിയമത്ത് ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ എത്ര മനുഷ്യന്മാരില്ലേ. പക്ഷേ അങ്ങനെ കൂട്ടത്തിലൊന്നും പെടുത്താണ്ട് ഈ ശാശ്വതമല്ലാത്ത ലൗകികമായ വെറും നൈമിഷികമായ ഇതേ തീർന്നു പോണ്ട ദുനിയാവിടെ നിയമത്തൊന്നും തന്നില്ലാണ്ടല്ലേ. അതേ സമയത്ത് അതിരെക്കാണ്ട് വലിയ നിയമത്തായ ഹിദായത്ത് അത് നക്ക് തന്ന രാജാവല്ലേ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ആ റബ്ബ് സുബ്ഹാനഹു വ തആല ശാശ്വതമായ നിയമത്ത് തൻ്റെ ഒരു സുന്ദരമായ ഒരു സ്വർഗമുണ്ടു. ആ സുന്ദരമായ സ്വർഗത്ത് കൊന്നു നിന്റെ കൈ പിടിച്ചെത്തുവാട്ടിയെങ്കിൽ റബ്ബുനക്ക് ചെയ്ത നിയമത്ത് അതിരെക്കാണ്ട് വലിയ നിയമത്തുണ്ടാ. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഒരു ഹദീസ് ഹബീബായ നബി തങ്ങ ചൊന്തു, റഅയ്തു റബ്ബി അസ്സ വജല്ല, നന്റെ സൃഷ്ടാവായ റബ്ബുടെ ഞാൻ കണ്ടുപോയ ഒരു ഹദീസിൽ ചൊന്തു, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി, പൂർണ്ണ ചന്ദ്രരാജാവു അതേ ಹುಣ್ಣಿಮೆಯ ರಾತ್ರಿ ನಂಗೆ ചൊല്ലെങ്കത്തെ ആ ജാവുൽ ചന്ദ്രനെ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാ. അതുപോലെ നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടിന്നെങ്കിൽ, നിങ്ങൾ റബ്ബുടെ സ്മരണ മനസ്സിൽ വിയർച്ചങ്ങായിട്ടിന്നെങ്കിൽ, നിങ്ങൾ നല്ല മനുഷ്യന്മാരായിട്ടിന്നെങ്കിൽ, നിങ്ങൾ അല്ലാഹുക്ക് തഖ്വ ഉള്ള വ്യക്തിയായിട്ടിന്നെങ്കിൽ, നിങ്ങൾ റബ്ബുടെ സ്മരണ മനസ്സിലെപ്പോൾ വെച്ചങ്ങായിട്ടിന്നെങ്കിൽ, നിങ്ങൾ ആ റബ്ബുക്ക് വേനായി നിസ്കരിച്ചങ്ങായിട്ടിന്നെങ്കിൽ, അവന്റെ നിയമത്തിനെ മനസ്സിൽ വിയർച്ചിട്ട് എപ്പോഴും തഖ്വയോടെ ജീവിച്ചങ്ങായിട്ടിന്നെങ്കിൽ ആ റബ്ബുടെ നിങ്ങൾക്ക് കാണാമല്ലോ. പിറുസപ്പെട്ട ബാലക്കാരാ, ആ റബ്ബുടെ സൃഷ്ടിയായ ആകാശത്തെ നാനും നിങ്ങൾ കണ്ട, ആ റബ്ബുടെ സൃഷ്ടിയായ ഭൂമിയെ നാനും നിങ്ങളും കണ്ട, ഈ ദുനിയാവിൽ പല പല അത്ഭുതവും നാനും നിങ്ങളും കണ്ട. എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ സമീപത്ത് കാണുകാവാത്തതിരെ ദൂരെ പോയി നാനും നിങ്ങളും കണ്ട. ഈ രാഷ്ട്രത്തിൽ കാണുകാവാത്തത് പരരാഷ്ട്രത്തിൽ പുറത്തുപോയി ഞങ്ങൾ കണ്ട. പക്ഷേ ഈ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിച്ചെങ്കത്തൊരു രാജാവില്ലേ. ആ രാജാവായ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ കാണണ്ടേ. ഞങ്ങൾക്ക് ചോറ് തൻ്റെ രാജാവിടെ ഒന്ന് കാണണ്ടേ. ഞങ്ങൾക്ക് രോഗബന്ധെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കുന്ന രാജാവിടെ കാണണ്ടേ. ഞങ്ങൾക്ക് എന്ത് തപ്പ് സംഭവിച്ചെങ്കിലും ഞങ്ങൾക്ക് മാഫു തൻ്റെ റഹ്മത്തുൽ അതേ അർഹമുർറഹീമീനായ റബ്ബുടെ നക്കും നിങ്ങൾക്ക് കാണണ്ടേ. ആ റബ്ബുടെ സുന്ദരമായ സ്വർഗത്തേക്ക് നിങ്ങൾ പോവണ്ടേ. ഞങ്ങളെ പിറുസപ്പെട്ട നേതാവായ ഹബീബുൽ അഅ്സം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണ്ടേ. അത്രയും പിറുസപ്പെട്ട നേതാവിടെയും കഴിഞ്ഞുപോയ മഹാന്മാരെയും മഹതിമാരെയും ഈ ലോകത്തുള്ള ഒരു നിയമത്തും അതേ സാമ്യതയില്ലാത്ത സമാനമല്ലാത്ത സുന്ദരമായ സ്വർഗത്തെ കാണണ്ടേ. അതേ ആ സുന്ദരമായ സ്വർഗത്തിലുള്ള എല്ലാ നിയമത്തിനെയും ആ സ്വർഗീയ വാസിക മറന്നു പോണെങ്കത്തെ ഏറ്റവും സുന്ദരമായ നിമിഷയില്ലേ അത് സൃഷ്ടാവായ റബ്ബുടെ കാണ്ടലിയുടെ ടൈമല്ലേ. ആ സമയത്ത് സർവ്വ സ്വർഗാവകാശികളും സ്വർഗത്തെ മറന്നുപോയാറ്. എല്ലാ നിയമത്തും കൈവിട്ടു പോയിട്ട് ആ രാജാവിടെ കണ്ടുപോയാറ്. റബ്ബുടെ കാണുന്നു ചൊല്ലെങ്കത്തെ ഇഷ്ടം നിങ്ങളെ മനസ്സിലിന്നെങ്കിൽ, റബ്ബുടെ കാണുന്നു ചൊല്ലെങ്കത്തെ എപ്പോഴും നിങ്ങളെ മനസ്സിൽ അതേ ഒരു ആശയിന്നെങ്കിൽ റബ്ബു നിങ്ങളെ കാണും വലിയ ഇഷ്ടമുള്ള രാജാവാണ്. അതുകൊണ്ട് ഞങ്ങളെ എല്ലാരെയും തിരുസപ്പെട്ട സൃഷ്ടാവായ രാജാവായ അല്ലാഹുടെ കാണുകുള്ള കണ്ണ് ഹറാമ് കണ്ട് ദുഷിപ്പിക്കണ്ട ബാലക്കാരാ, അശ്ലീല കണ്ട് നശിപ്പിക്കണ്ട ഉമ്മമാരെ, അശ്ലീലമായതും ഹറാമായതും കണ്ട് നശിപ്പിക്കണ്ട മുഅ്മിനീങ്ങളെ. ഈ കണ്ണുകൊണ്ട് റബ്ബു സുബ്ഹാനഹു വ തആലയുടെ
കാണുകയായിട്ട് ഒന്ന് സംശുദ്ധമായി വെക്കുള്ള പ്രവർത്തന വേണ്ടേ വന്നുപോയ തപ്പുടെ ಬಗ್ಗೆ ഒന്നല്ലാഹുടെ മുട്ട തുറന്ന മനസ്സോടെ മാഫ് കേട്ടിട്ട് അതേ കൽബ് പൊട്ടിയിട്ടൊന്ന് ദുആർന്നിട്ട് ആ റബ്ബുടെ ഭാഗത്ത് ഒന്ന് തിരിഞ്ഞു വന്നെങ്കിൽ സുന്ദരമായ സ്വർഗത്തേക്ക് പോകാം. അതല്ലെങ്കിൽ ഇബ്ലീസ് കടക്കിടങ്ങത്തെ എല്ലാ ധിക്കാരികളും കടക്കിടങ്ങത്തെ ഏറ്റവും ഭയാനകമായ നരകമല്ലയോ. അതുകൊണ്ട് സുന്ദരമായ സ്വർഗത്തുക പോണുകും ഹബീബായ നബി തങ്ങളെ കാണുകും എല്ലാത്തെ കാണും വലിയ ഞങ്ങളെ രാജാവായ സൃഷ്ടാവിടെ കാണുകും ഞങ്ങളെ കണ്ണും ഞങ്ങളെ ശരീരവും ഞങ്ങൾ സന്നദ്ധമാക്കണു. ഞങ്ങളെ റബ്ബു സുബ്ഹാനഹു വ തആല ಬಗ್ಗೆ ഒരു ചെറിയ നനപ്പാക്കി ഈ സദസ്സിൽ അല്ലാഹുടെ ഭാഗത്തേക്ക് മനസ്സ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നു. റബ്ബു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുകയുള്ള മനസ്സ് ഞങ്ങൾക്ക് വേണു. ആ റബ്ബുടെയുള്ള പിരിസപ്പാട് ഇനിയെങ്കിലും ഞങ്ങൾക്ക് യാറാവണു. എല്ലാ ഹറാമും വലിച്ചെറിഞ്ഞിട്ട് ഞങ്ങൾക്കെല്ലാം തൻ്റെ വിശ്രമമില്ലാത്ത രാജാവു, വറക്കില്ലാത്ത രാജാവു, തിന്നലും കുടിക്കലില്ലാത്ത രാജാവു, ഞങ്ങൾക്ക് എന്തു വേണമെങ്കിലും തന്നെങ്കത്തെ രാജാവുടെ ഭാഗത്തുകൊന്നും മനസ്സ് തിരിക്കണു. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബേ മിസ്കീന്മാരായ ഞങ്ങളുടെ ജീവനത്തിലും ചെറിയതും വലിയതും രഹസ്യവും പരസ്യവുമായിട്ട് ഗൊന്തിന്നിട്ടും ഗൊന്തില്ലാണ്ടും ധാരാളം തപ്പു സംഭവിച്ചു പോയിട്ട് അല്ലാ റബ്ബേ നിന്റെ ഭാഗ്യ പഠിച്ചെങ്കത്തെ നിന്റെ ഭാഗ്യ മാത്രം നനപ്പാക്കിയെങ്കത്തെ പരിശുദ്ധമായ ഈ ഇൽമുടെ മജ്‌ലിസിലെ ബർക്കത്ത് കൊണ്ട് അല്ലാ ഈ ഇൽമുടെ മജ്‌ലിസിൽ വന്ന് ഞങ്ങകും ഇത് കേൾക്കണമെങ്കത്തെ സർവ്വ മുഅ്മിനീങ്ങളായ ആണിങ്ങും പെണ്ണിങ്ങും അല്ലാഹുവേ സർവ്വദോഷവും നീ മാഫാക്കണു റഹ്മാനേ. റബ്ബേ നിന്റെ ലിഖാ കണ്ടാസ്വദിക്കൂ. സുന്ദരമായ സ്വർഗവരെ മറക്കണമെങ്കത്തെ നിന്റെ ലിഖാ അത് കാണുകയുള്ള സൗഭാഗ്യ ഞങ്ങൾക്കെല്ലാവർക്കും നീ തന്നനുഗ്രഹിക്കണു അല്ലാ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.